കീർത്തി സുരേഷിനെ വരെ പെണ്ണാലോചിച്ച വിശാൽ. ഒടുവിൽ 47-ാം വയസ്സിൽ വിശാലിന് പ്രണയ സാഫല്യം. കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്നലെയാണ് വിശാൽ തന്റെ വിവാഹകാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. വിവാഹം എന്നൊന്ന് സംഭവിക്കുമ്പോൾ അത് ഞാൻ ഔദ്യോഗികമായി തന്നെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കുമെന്ന വാക്ക് വിശാൽ പാലിച്ചു. സായി ധൻഷികയാണ് വധു. സായി പ്രധാന കഥാപാത്രമായി എത്തുന്ന യോഗിഡ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് വിശാലും ധൻഷികയും ആ പ്രണയം സമ്മതിച്ചത്. ചടങ്ങിന്റെ മുഖ്യ അതിഥിയായിരുന്നു വിശാൽ. ഇതിനപ്പുറം മറച്ചുവെക്കാൻ സാധിക്കില്ല. അതേ, ഞങ്ങൾ പ്രണയത്തിലാണ്. ഓഗസ്റ്റ് 29-നാണ് വിവാഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കും, കല്യാണത്തിന് വരണം. ഇതുപോലൊരു വേദിയിൽ ഇത് പറയാൻ അവസരം നൽകിയ സംവിധായകനും പ്രൊഡ്യൂസർക്കും നന്ദി എന്നാണ് വിശാൽ പറഞ്ഞത്. എനിക്ക് വിശാലിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം, അദ്ദേഹം എന്നും ഹാപ്പിയായി കാണണമെന്നും ധൻഷികയും പറഞ്ഞു. പിന്നാലെ ഇതുവരെ വിശാലിന്റെ പേരിൽ വന്ന വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വൈറലാവുകയാണ്. പണ്ടൊക്കെ എപ്പോഴാണ് വിവാഹം എന്ന് ചോദിക്കുമ്പോൾ ആര്യ വിവാഹം ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ഞാൻ വിവാഹം ചെയ്യുമെന്നായിരുന്നു വിശാൽ പറഞ്ഞത്. ഇരുവരും ഒറ്റ സുഹൃത്തുക്കളാണ്. ആര്യ വിവാഹം കഴിഞ്ഞ ഒരു കുട്ടിയുമായി. അതിനിടയിൽ നടികർ സംഘത്തിന്റെ കെട്ടിടം പണി പൂർത്തിയായാൽ ഞാൻ വിവാഹം ചെയ്യുമെന്ന് വിശാൽ പറഞ്ഞിരുന്നു. അക്കാലത്ത് ശരത് കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മിയുമായും വിശാൽ ഡേറ്റിംഗിലായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഇരുവരും അത് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നടികർ സംഘത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിശാലിനും ശരത് കുമാറിനുമിടയിൽ വളരെ ഗൗരവപരമായ അടിപിടികൾ നടന്നു. അച്ഛനെ ഹീറോ ആയി കാണുന്ന വരലക്ഷ്മിക്ക് ആ വഴക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പിന്നാലെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകൾ വന്നത്. അതിനുശേഷം 2019-ൽ വിശാലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അനിഷ അല്ല റെഡ്ഡിയുമായി വിവാഹ നിശ്ചയം തമിഴകത്ത് ഒരു ആഘോഷമായിരുന്നു. എന്നാൽ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. എൻഗേജ്മെന്റ് ദൃശ്യങ്ങൾ അനിഷ ഡിലീറ്റ് ചെയ്തതിന് പിന്നാലെ വേർപിരിഞ്ഞു എന്ന ഗോസിപ്പുകളും വന്നു. പിന്നാലെ വാർത്ത വിശാൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ശേഷമാണ് വിശാൽ നടിയെ വിവാഹം ആലോചിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. സണ്ടക്കോഴി 2 എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ച ശേഷം കീർത്തി സുരേഷിന്റെ പെരുമാറ്റവും സ്വഭാവവും ഇഷ്ടപ്പെട്ട് വിശാൽ അമ്മ മേനകയോട് നേരിട്ട് പെണ്ണാലോചിക്കുകയായിരുന്നത്രേ. എന്നാൽ അതിനു മുമ്പേ കീർത്തി കമ്മിറ്റഡ് ആയിരുന്നു.